ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയനും അതേപോലെ തന്നെ ദേവി കുടിക്കുന്ന സംസാരിക്കുകയാണ്. എന്ത് ചെയ്യാനാണ് ചെയ്യേട്ട, ഏതായാലും എനിക്ക് ഈ ഒരു ഇതാക്കാനായിട്ട് താല്പര്യമില്ല, പിന്നെ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അച്ഛൻ പറയുന്നത് എന്താണോ അതേപോലെ അനുസരിച്ചല്ലേ മതിയാവുള്ളൂ, നമുക്ക് അതിൽ പകരം കൂടുതലൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. പക്ഷേ എന്നാലും ആദർശിനെ ഒന്ന് വിളിക്കായിരുന്നു, ആദർശിനെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തായിരുന്നു. നീ എന്തൊക്കെയാണ് ദേവ ഈ പറയുന്നത്? എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, എന്നിട്ടും പിന്നെ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ അനി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജലജയും കൂടി വരികയാണ്. അപ്പോൾ ജലജയും കൂടി വന്നിട്ട്, ഹലോ, എന്നാലും അവനെ ഈ സ്ഥാനം ഏറ്റെടുക്കണം, എന്നാലും ശരിയാവുള്ളന്നേ. അവനോട് നിങ്ങളൊക്കെ ഒന്ന് പറ ഈ സ്ഥാനം ഏറ്റെടുക്കണമെന്ന്. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നീയേ പോകാൻ നോക്കിയേ, നിന്റെ ജോലികളെല്ലാം തീർന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും കുറേയൊക്കെ ഒതുങ്ങി ഏട്ടത്തി, ഒതുങ്ങിയെങ്കിൽ എവിടെയെങ്കിലും മാറി ഒതുങ്ങിയിരിക്കാനായിട്ട് നോക്ക്, അല്ലാതെ ഇവിടെ കിടന്ന് കൂടുതൽ ചർച്ച ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ അതെ അനി കയറി വരികയാണ്. മോനെ എന്തായി മോനെ കാര്യങ്ങളെല്ലാം, നീ ആദർശിനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്ക് ഞാൻ കണ്ടു, ചില തീരുമാനങ്ങളൊക്കെ എന്നോട് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുകയാണ്. എന്ത് തീരുമാനങ്ങൾ? MD സ്ഥാനം എന്നോട് ഏറ്റെടുക്കണമെന്നാണ് ഏട്ടൻ പറഞ്ഞിരിക്കുന്നത്. എനിക്കതിനെ കൊണ്ട് സാധിക്കില്ല വല്യമ്മ എന്ന് പറയുകയാണ്. മോനെ അവൻ പറയുന്ന നീ അനുസരിക്ക്, അവൻ ഒന്നും അറിയാതെ ഒരു കാര്യങ്ങൾ സംസാരിക്കില്ലല്ലോ. ഓഹോ, അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത് അല്ലേ? എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിന് ഞാൻ മുൻകൈയെടുത്ത് ഇറങ്ങില്ലേ വല്യമ്മ എന്നൊക്കെ എന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജയനയോട് സംസാരിക്കുകയാണ്. മോനെ അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്, അവൻ MD സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞുപോയി, അത് അറിയാലോ. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് നിനക്കും നന്നായിട്ട് തന്നെ അറിയാലോ. അപ്പൊ പിന്നെ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ എന്താണ് സംസാരിക്കുന്നത്? അതെ, നിങ്ങൾക്കൊന്ന് പറയാമായിരുന്നല്ലോ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പാടില്ലെന്ന്. അയ്യോ മോനെ, MD സ്ഥാനത്ത് നിന്ന് ഒഴിവായതെന്ന് അവൻ തന്നെയാണ്. ശരി, ആയിക്കോട്ടെ, MD സ്ഥാനത്ത് നിന്ന് ഒഴിവായി ഏട്ടൻ. പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഏട്ടനും ഏട്ടത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് തടഞ്ഞു നിർത്തായിരുന്നു പോകേണ്ട എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറായില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് പിന്നെ മോനെ മുത്തശ്ശനൊരു തീരുമാനം എടുക്കുവാണ്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് അവനോട് ആരും പറഞ്ഞിട്ടില്ല, അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ഞങ്ങൾ പറഞ്ഞാലും അവൻ കേൾക്കാൻ പോകുന്നില്ല. മുത്തശ്ശൻ്റെ അതേ ബുദ്ധിയാണ്, അതേ വാശിയാണ് ആദർശിനും ഉള്ളത്. അപ്പോൾ അതിൽ കവിഞ്ഞ് അവൻ വേറൊന്നും ചിന്തിക്കില്ല. അവൻ ഭയങ്കര വാശിയാണ്. അവൻ്റെ ലക്ഷ്യങ്ങൾ എന്താണോ അതെല്ലാം നേടിയെടുത്തിട്ട് മാത്രമേ അവൻ തിരിച്ചിങ്ങോട്ട് വരുള്ളൂ. അവൻ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണല്ലോ വീട് വിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അവൻ പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് പോയതല്ലല്ലോ. അവൻ തിരിച്ചു വരുമ്പോൾ അതെ പഴയതുപോലെ തന്നെ എല്ലാം ആകും. അതേപോലെ വരുന്നത് വരെയെങ്കിലും മോൻ MD സ്ഥാനത്തിരിക്കണമെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല വല്യച്ഛ, എനിക്കതിന് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ചങ്ങോട്ട് പറയാ. അപ്പോഴേക്കും ജലജയാണെങ്കിൽ, എടാ പൊന്നു മോനെ, നിനക്ക് കിട്ടിയ ഭാഗ്യം നീ തട്ടിത്തെറിപ്പിക്കരുത്. നീ ആ സ്ഥാനം ഏറ്റെടുത്തില്ലെങ്കിലേ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ആ സ്ഥാനത്ത് കയറി ഇരിക്കുമോന്നേ. നീ എന്തത് മനസ്സിലാക്കാത്തത് തനി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആഹാ, ഇളയമ്മയുടെ മനസ്സിലിരിപ്പൊക്കെ എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ ഇളയമ്മ എന്നോട് കൂടുതൽ സംസാരിക്കാനായിട്ട് നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി വീണ്ടും സംസാരിക്കാനായിട്ട്, ജലജെ നിന്നോടല്ലേ പോകാനായിട്ട് പറഞ്ഞത്, പിന്നെ നീ എന്തിനാ ഇവിടെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഓ, ഞാൻ പോകാനായിട്ട് ഒരുങ്ങിയതാണ് ഏട്ടത്തി, പിന്നെ അനിമോൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും സംസാരിക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണം, നീ പോകാൻ നോക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് ജലജയെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അനിയെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അനി സമ്മതിക്കുന്നില്ല. ഇല്ല, എന്തൊക്കെ പറഞ്ഞാലും ഞാനിതിൽ സമ്മതിക്കാനായിട്ട് പോകുന്നില്ല, എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ് ഈ അനിയാണെങ്കിൽ നേരെ ഈ അനിയുടെ അമ്മയുടെ അടുത്തായിട്ട് പോവുകയാണ്, ജാനകിയുടെ അടുത്തേക്ക്. അപ്പം ജാനകി പറയണ, മോനെ ദേ ആർക്കും കിട്ടാത്തൊരവസരമാണ് കിട്ടിയിരിക്കുന്നത്, നീ അത് കാല് വെച്ച് തട്ടിത്തെറിപ്പിക്കാനായിട്ട് നോക്കരുത്, നീ MD സ്ഥാനം ഏറ്റെടുക്കണം, നീ ആ കസാരയിൽ ഇരിക്കണം. ഓഹോ, കൊള്ളാമേ, അമ്മയുടെ മനസ്സിലിരിപ്പോൾ അങ്ങനെയാണല്ലോ. അപ്പം അമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നില്ലേ? ഇല്ല, ഞാൻ ആ ഒരു സ്ഥാനം ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, പക്ഷേ മുത്തശ്ശൻ നീ അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹമൊക്കെ വന്നു. ആരാണ് MD സ്ഥാനം ആഗ്രഹിക്കാത്തത്? ആദർശാണ് ഇത്രയും നാൾ ഇരുന്നേച്ചത്, അവൻ ഇരുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അവൻ ആ MD സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോയി. അങ്ങനെ ഒഴിഞ്ഞു പോയപ്പോൾ മുത്തശ്ശൻ നിന്നെ കണ്ടെത്ത്, നിനക്ക് എല്ലാത്തിനും യോഗ്യതയുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിട്ട് തന്നെയല്ലേ മുത്തശ്ശൻ നിന്നെ കണ്ടെത്തിയത്. അപ്പം നീ സന്തോഷത്തോടെ സ്വീകരിക്കണം, എന്നിട്ട് അവിടെ ഇരിക്കണം, അല്ലാതെ തട്ടിത്തെറിപ്പിക്കുകയല്ല മോനെ വേണ്ടത്. എനിക്കൊരു സ്ഥാനമാനങ്ങളും വേണ്ട, ഏട്ടനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എനിക്ക് ആ കസേര കയറി ഇരിക്കേണ്ട കാര്യമില്ലമ്മേ.
അമ്മയെ പോലുള്ള ഒരാൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് പകരം ആ അഭിക്കാണ് ആ സ്ഥാനം കിട്ടിയിരുന്നെങ്കിലേ അവൻ്റെ അമ്മ അവനെ പ്രോത്സാഹിപ്പിച്ച് അവിടെ കൊണ്ട് ഇരുത്തിയാനായിരുന്നു. അമ്മയും അതേപോലെ ചിന്തിക്കുകയാണോ? ആ ആ ഇളയമനെ പോലെ തന്നെ ചിന്തിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ലട മോനെ, ഞാൻ അവരെ പോലെയൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഈ ഒരു സ്ഥാനം മുത്തശ്ശനായിട്ട് നിനക്ക് തന്നതാണ്. പക്ഷേ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാലോ പിന്നെ നമ്മുടെ കുടുംബത്തിന്റെ ഗതി എന്താകും? നാട്ടുകാരൊക്കെ അറിയില്ലേ പുറത്തുനിന്നാണ് MD കസേരയിൽ ഇരിക്കാൻ വേണ്ടി ഒരാൾ വന്നതെന്ന് അറിയില്ലേ? അപ്പോൾ നാണക്കേടാവൂലേ മോനെ എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആര് വന്നാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ആ MD സ്ഥാനത്ത് ഇരിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുമില്ല. എന്നിട്ട് നീ മര്യാദയ്ക്ക് സംസാരിച്ചോളൂ കേട്ടോ. ദേ ഉള്ള കാര്യം നോക്കി ആ MD സ്ഥാനം കൈ പറ്റിയിട്ട് ഇരിക്കാനല്ല നോക്കേണ്ടത്. അവൻ ചുമ്മാ കിടന്ന് തർക്കിച്ചോണ്ടിരിക്കുകയാണ്. നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലേ ഞാൻ വല്ല ആത്മഹത്യം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജാനകി അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇനി ആ ഒരു സ്ഥിതി ഞാനായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. അമ്മ എന്നെ ഇങ്ങനെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അതും ചെയ്യേണ്ടി വരും. എടാ നിനക്കിട്ട് നല്ലൊരു വീക്ക് ഞാൻ വെച്ച് തരും. അമ്മ എന്നെ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഈ സ്ഥാനത്ത് ഇരിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനി അവിടുന്ന് പോവാ. അപ്പം അനി അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ജാനകിക്ക് എന്ത് ചെയ്യണോന്നറിയാൻ അവസ്ഥയിൽ ഇങ്ങനെ തല പുകഞ്ഞിരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. അപ്പോൾ നന്ദു ആണെങ്കിൽ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ വേണുവും വേണുവല്ല മുകുന്ദനും അതേപോലെ തന്നെ ഭാര്യയും കൂടെ ഇവിടെ നിൽക്കുകയാണ് കനകം. അപ്പോൾ കനകം കൂടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നന്ദമോളെ ആദർശിനെ കണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആദർശിനെ കണ്ടു. പിന്നെ ഞാനേ ചേച്ചിയെ വിളിച്ചായിരുന്നു, നാനേച്ചിയെ വിളിച്ചായിരുന്നു. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അനിയെ ഒരുപാട് നിർബന്ധിച്ചു എന്ന് MD സ്ഥാനം തിരുത്താൻ വേണ്ടി. പക്ഷേ MD സ്ഥാനം തിരിക്കാനായിട്ട് അനി സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ അല്ലെങ്കിലും അവൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. എന്തൊക്കെ പറഞ്ഞാലും ഏട്ടൻ്റെ സ്ഥാനം ഒരിക്കലും അനി തട്ടിയെടുക്കാനായിട്ട് നോക്കില്ല. ആ ഒരു കാര്യത്തിൽ അനിയെ സമ്മതിച്ചേ മതിയാവുള്ളൂ. അനി അങ്ങനെ ഒരാളല്ല എന്നൊക്കെ അവിടെ തീരുമാനിച്ച് തന്നെ പറയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യാനാണ്? പക്ഷേ അനി അവിടെ ഇരുന്നില്ലെങ്കിൽ പുറത്തുനിന്ന് വേറൊരാളെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ആകെ പണി പാളൂലേ? അത് പറഞ്ഞ സത്യം തന്നെയാണല്ലോ. അല്ല ഇത് നയനമോള് തന്നെ പറഞ്ഞാണോ അല്ലെങ്കിൽ അനിയെ നീ കണ്ട് അനി നിന്നോട് സംസാരിച്ചാണോ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? അല്ല മോളെ, നീയും അനിയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് പലരും കണ്ടുവന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ അത് നീ തന്നെയാണോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിന്നോട് ഇത്രയും നാൾ ഞാനിതൊന്നും ചോദിക്കാതിരുന്നത്. പക്ഷേ അതൊന്നും വേണ്ട മോളെ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചില കാര്യങ്ങളൊക്കെ. നീ അനിയോട് സംസാരിച്ചോ? അനിയോട് സംസാരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ മോളെ അതൊക്കെ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി അനിയോട് സംസാരിക്കലും പിടിക്കലും ഒക്കെ. അപ്പോഴേക്കും നമ്മുടെ കനക അവിടെ പറയണം, എനിക്കിപ്പോഴും സംശയമുണ്ട്. അന്നാ പാതിരാത്രി മതിൽ ചാടി വന്നത് അത് അനിയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അല്ല നമ്മളിപ്പോൾ സംസാരിച്ചെന്താ? അനിയുടെ മൂർത്തി ഗ്രൂപ്പിൻ്റെ ആ കാര്യങ്ങളൊക്കെ അല്ലേ സംസാരിച്ചത്? അതിനെക്കുറിച്ച് സംസാരിക്കാതെ എന്തിനാണ് അനിയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനൊരു സംശയം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ആ സംശയം ഞാൻ തീർത്തുതരാം. ഞാൻ അനിയെ കാണാറുണ്ട്, അവനോട് സംസാരിക്കാനുണ്ട്, അവൻ്റെ കൈയും ചേർത്ത് പിടിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുമുണ്ട്. എന്താ അതുപോലെ? നിങ്ങൾക്കിപ്പോൾ സമാധാനമായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്ന് കയറി പോവാണ്. അപ്പോൾ നന്ദുവിൻ്റെ ആ പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർ വിശ്വസിച്ചില്ല. ഇവർ കിടന്ന് ഭയങ്കര പൊട്ടിച്ചിരിയാണ്. പക്ഷേ ശരിക്കുള്ള യാഥാർത്ഥ്യമാണ് നന്ദു അവിടെ പറഞ്ഞത്. എന്നിട്ടും അവരത് വിശ്വസിച്ചിട്ടില്ല. അവർ ചിരിച്ചുകൊണ്ടാണ് ഇതെല്ലാം ഡീൽ ചെയ്തിരുന്നത്. അങ്ങനെ നമ്മുടെ അനിയെ കാണിക്കുകയാണ്. അപ്പോൾ അനി നേരെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ്, മോനെ നീ അനിയുടെ അടുത്ത് പോയായിരുന്നു, ആദർശിൻ്റെ അടുത്ത് പോയായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആദർശേട്ടൻ ഞാൻ കണ്ടായിരുന്നു. എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു? ചില തീരുമാനങ്ങൾ എടുത്തു ആദർശേട്ടൻ. എന്ത് തീരുമാനം എടുത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശൻ. എന്നെ MD സ്ഥാനത്ത് ഇരുത്തണത്രേ. പക്ഷേ ഞാനും അതിനപ്പുറം തീരുമാനം എടുത്ത്. ഓഹോ, നീ എന്ത് തീരുമാനമാണോ എടുത്തത് എന്ന് മുത്തശ്ശൻ ചോദിക്കണം. അതെ മുത്തശ്ശ, എനിക്ക് ഈ MD സ്ഥാനം വേണ്ട. ഞാൻ ഈ MD സ്ഥാനം സ്വീകരിക്കൂല. അത് നീയല്ല തീരുമാനിക്കേണ്ടത്, ഞാനാണ്. ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു, നിന്നെയാണ് MD സ്ഥാനം തിരുത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ പരം ഇനി വേറൊന്നും ചിന്തിക്കാനില്ല. എന്താ മുത്തശ്ശ ഇത്? എനിക്ക് അതിനുള്ള യോഗ്യത ഇല്ല മുത്തശ്ശ. യോഗ്യത ഇല്ലെന്ന് നീയാണ് തീരുമാനിക്കേണ്ടത്.
അത് ഞാനാ, നിനക്ക് അതിൻ്റെതായ എല്ലാ യോഗ്യതയുണ്ട് എന്നിങ്ങനെ ഉറപ്പിച്ച് പറയാം. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിയാണെങ്കിലും മുത്തശ്ശി ഒന്ന് നോക്കാണ്. ഇതെന്താ മുത്തശ്ശി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, മോനെ നീ എന്നെ നോക്കിയിട്ടൊന്നും കാര്യമില്ല, അതല്ല മുത്തശ്ശിൻ്റെ തീരുമാനങ്ങളല്ലേ, അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം, അല്ലാതെ ഒന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്നൊക്കെ ഇവിടെ പറയുകയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശ ഞാൻ ഉള്ള കാര്യം ഉറപ്പിച്ച് പറയാം, ഞാൻ ആ MD കസാരയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവനൊരു പരാജയമായിരിക്കും, പരാജയം തന്നെ സംഭവിക്കുള്ളൂ. അങ്ങനെ പരാജയമാണോ ഇല്ലയോ എന്ന് നോക്കട്ടെ, അതിനുശേഷം നിന്നെ ഞാൻ MD സ്ഥാനത്ത് നിന്ന് ഒഴിപ്പിച്ചോളാം. ഇതൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴും, ഇല്ല മുത്തശ്ശ, അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി എന്തിനാണ് കാവൽ കെട്ടി നിൽക്കുന്നത്? എടാ നീ നെല്ലിൽ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിരിക്കും, അത് മുത്തശ്ശൻ്റെ തീരുമാനം പോലെ തന്നെ ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് അവിടെ ഇരിക്കാനായിട്ടുള്ള ഒരു യോഗ്യതയില്ല, ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവേ ഇല്ല, എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, നീ എന്തിനാ പേടിക്കുന്നത്? എടാ നിന്റെ പുറകിൽ എല്ലാവരും ഉണ്ട്, നിന്റെ അച്ഛനുണ്ട്, നിന്റെ വലിയച്ഛനുണ്ട്, അങ്ങനെ സകലമാന ആൾക്കാരും ഉണ്ട് നിന്റെ പുറകെ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? ദേ മുത്തശ്ശ, ആരൊക്കെ എൻ്റെ പുറകിലുണ്ടെങ്കിലും ഞാൻ ആദർശേട്ടൻ്റെ കീഴിൽ ജീവിച്ച ഒരാളാണ്, എനിക്ക് ഈ ഒരു കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് തർക്കിച്ചങ്ങോട്ട് പറയാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിർത്ത്, നീ ഇനി കൂടുതൽ പറയണ്ട, നിനക്ക് അവിടെ ഇരിക്കാനായിട്ട് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ചോളാം, എന്താ തൃപ്തി ആയില്ലേ നിനക്ക് എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ അനി അവിടെ നിന്ന് ഇറങ്ങിപ്പോ. അപ്പം അനിയും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഈ ജാനകി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഓഹോ, അമ്മ എന്താ ഒളിഞ്ഞിരിക്കുകയായിരുന്നു? അപ്പം അമ്മ എല്ലാം ഒളിഞ്ഞിരുന്ന് കേൾക്കായിരുന്നല്ലേ? എടാ നിനക്ക് എന്താടാ, നിനക്ക് എന്തിൻ്റെ കേടുണ്ടായിട്ടാണ്? എടാ ഈ ഒരു നല്ലൊരു സ്ഥാനമല്ലേ നീ തട്ടിത്തെറിപ്പിച്ചോട്ട് പോകുന്നത്, നിനക്ക് ഇതെങ്ങനെ സാധിക്കുന്നോടാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എനിക്ക് ഇതേ സാധിക്കുള്ളൂ, അവിടെ ആരെ വേണമെങ്കിലും ഇരുത്തിക്കോട്ടെ, പക്ഷേ എനിക്കിരിക്കാൻ താല്പര്യമില്ല, അത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനിയോടെ നിന്ന് പോയപ്പോൾ ജാനകി ആകെ തകർന്നൊരവസ്ഥയിലായിപ്പോയി. ജാനകിക്ക് എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ, ഇവനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ ദൈവമേ. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി സംസാരിക്കുകയാണ്. അപ്പം മുത്തശ്ശി ചോദിക്കണം, ഇനി എന്ത് ചെയ്യും? ഇദ്ദേഹത്തിനോട് അവൻ പറഞ്ഞത് കേട്ടില്ലേ, അവൻ MD സ്ഥാനത്ത് ഇരിക്കാൻ പാടില്ലെന്ന്, ഇരുത്തണ്ടായെന്നൊക്കെയാണ് അവൻ പറയുന്നത്. അവൻ അങ്ങനെ പറഞ്ഞോളും, പക്ഷേ MD സ്ഥാനത്ത് അവൻ തന്നെ ഇരിക്കും, താൻ കണ്ടോടോ, ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും. ഇനി അധികം താമസിയാതെ ആദർശം കടന്നു വരും, എല്ലാ സത്യങ്ങളും തെളിയിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ അവനായിരിക്കും ഇനി MD സ്ഥാനത്തിരിക്കാൻ പോകുന്നത്. പിന്നെ ഇനി ആദർശും അതേപോലെ തന്നെ അനിയും കൂടി നമ്മുടെ കമ്പനി നോക്കട്ടേടോ, ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് എന്നൊക്കെ ഇവിടെ പറയാം. അങ്ങനെ നമ്മുടെ ഈ അനിയാണെങ്കിൽ വേച്ചൻ്റെ അടുത്തും വല്യമ്മയുടെ അടുത്തൊക്കെ ചെല്ലുകയാണ്. എന്ത് ചെയ്യാനാണ്, ഞാൻ മുത്തശ്ശിയോട് സംസാരിച്ച് നോക്കി, പക്ഷെ മുത്തശ്ശി സമ്മതിക്കുന്നില്ല, പക്ഷേ മുത്തശ്ശിന് പുറത്തുനിന്ന് ഒരാളെ ഇരുത്തുന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, മോനെ അങ്ങനെ ഒരിക്കലും സംഭവിക്കാനായിട്ട് പാടില്ല, നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കണ്ടേ, എന്നെയും അതേപോലെ തന്നെ നിന്റെ അച്ഛനെയൊക്കെ തള്ളിപ്പറഞ്ഞിട്ടാണ് ആദർശിനെ MD സ്ഥാനത്തേക്ക് മുത്തശ്ശൻ ഇരുത്തിയത്. അപ്പം ഞങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ എന്തിനാണ് തള്ളിക്കളഞ്ഞിട്ട് ആദർശം ഇരുത്തിയെന്ന് ഞങ്ങൾ ചോദിച്ചോ? ഇല്ല, അത് അച്ഛൻ്റെ ഒരു തീരുമാനമാണ്. അപ്പം അച്ഛൻ്റെ തീരുമാനത്തിനൊത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്, അത് കുടുംബ പാരമ്പര്യമാണ് മോനെ. പിന്നെ അച്ഛൻ്റെ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ MD സ്ഥാനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആദർശ് തന്നെയാണ്. ഇവിടെ ആരൊക്കെ എന്തൊക്കെ വേണമെന്നൊക്കെ ആദർശ തീരുമാനിക്കുന്നത്, അത് നീ ഒന്ന് മനസ്സിലാക്ക് എന്നൊക്കെ അനിയോട് പറയുകയാണ്. അപ്പം അനിയാണെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ നിൽക്കുകയാണ്, കരഞ്ഞ് വല്ലാത്തൊരവസ്ഥ നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.